ഒരു മനുഷ്യന്റെ വ്യക്തിത്വം പ്രകടമാകുന്നത് അതൊരിക്കലും അങ്ങാടികളിലല്ല. 4 ചുമരുകൾക്കുള്ളിൽ അവനവന്റെ ഭാര്യമാരോട്, അവനവന്റെ മക്കളോട്, അവനവന്റെ മാതാപിതാക്കളോട് എങ്ങനെ പെരുമാറുന്നു എന്നിടത്ത് നിന്നാണ് ഒരു മനുഷ്യന്റെ വ്യക്തിത്വം മനസ്സിലാക്കാൻ കഴിയുന്നത്. ഭാര്യമാരോട് മുഴുവനും ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ ഭർത്താവിന്റെ സ്വഭാവം എന്താണ്? എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞൊരു മറുപടിയുണ്ട്, ഞങ്ങളുടെ ഭർത്താവിന്റെ സ്വഭാവം അത് ഖുർആനാണ്. ഇതാരെ പറ്റിയാണ് പറയുന്നത്? അറേബ്യൻ ഉപഭൂഖണ്ഡത്തിലെ കിരീടം വെക്കാത്ത രാജാവ് സയ്യിദുൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മനോഹരമാണ് ആ ജീവിതമെന്നാണ് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്ത ദിവസം അന്ന് ഭക്ഷണം ഒരുക്കി. ആളുകളെല്ലാം ഭക്ഷണം കഴിഞ്ഞ് പിരിഞ്ഞുപോയി. ചില ആളുകൾ പിരിഞ്ഞു പോയില്ല. അവരോട് പിരിഞ്ഞു പോകണമെന്ന് പറയാൻ അള്ളാന്റെ റസൂലിന് ഭയങ്കര ലജ്ജ. അവരാരും പിരിഞ്ഞു പോകുന്നില്ല, കുറച്ചുപേര് പിരിഞ്ഞു പോകുന്നില്ല. അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, അവര് പോകുന്നത് വരെ പ്രവാചകൻ എന്താ ചെയ്തെന്നറിയോ? എല്ലാ ഭാര്യമാരുടെ റൂമിലേക്കും കയറി ചെന്നിട്ട് ചോദിച്ചു, സലാം പറഞ്ഞിട്ട് ചോദിച്ചു, യാ അഹ്ലൽ ബൈത്ത് കൈഫ അൻതും, അഹ്ലു ബൈത്ത് നിങ്ങളുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് പറയുമോ? അവരെല്ലാവരും സലാം അടക്കി. അവര് പറഞ്ഞു, നല്ലത് തന്നെ. ഐഷ ബീവി റളിയല്ലാഹു അൻഹ പറയാൻ, ബാറക്കല്ലാഹു ലക്, അല്ലാഹു നിങ്ങൾക്ക് ബറക്കത്ത് ചെയ്യട്ടെ. അന്ന് എല്ലാ ഭാര്യമാരുടെയും റൂമിലേക്ക് കയറി ചെന്ന് അവരുടെ വിശേഷങ്ങൾ ചോദിച്ചു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്ന് ഭാര്യമാർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഓരോ ഭാര്യമാരോടും പ്രത്യേകമായ പെരുമാറ്റം പ്രവാചകന്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയെ കുറിച്ച് പറയുന്നിടത്ത് സഹാബിമാര് പറയുന്നുണ്ട്, കാനലാ യസ്അമു മിൻ സിനാഇഹാ വ ഇസ്തിഗ്ഫാരി ലഹാ. അവരെക്കുറിച്ച് പറയാൻ, ഭാര്യമാരെ പുകഴ്ത്തി പറയുന്നതിൽ പ്രവാചകൻ ഒരിക്കലും മടുപ്പ് കാണിച്ചിരുന്നില്ല. അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടുന്നതിൽ ഒരിക്കലും പ്രവാചകൻ മടുപ്പ് കാണിച്ചില്ല. ഞാൻ മനസ്സു തുറന്ന് എന്റെ മുന്നിലിരിക്കുന്നവരോട് ആത്മാർത്ഥമായി ചോദിക്കുകയാണ്, നമ്മുടെ ഭാര്യമാര് അവരുടെ നന്മകൾ പറയാൻ നമുക്ക് സാധിക്കാറുണ്ടോ? അവരുടെ വിശേഷണങ്ങൾ പറയാൻ നമുക്ക് സാധിക്കാറുണ്ടോ? അവരുടെ പോരീശകൾ പറയാൻ നമുക്ക് സാധിക്കാറുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരുടെ മഹത്വങ്ങൾ പറയുന്നതിൽ ഒരിക്കലും മടുപ്പ് കാണിച്ചിരുന്നില്ല. അത് ഭാര്യമാരെ സ്നേഹിക്കലാണ്, അവരെ ആദരിക്കലാണ്, അവർക്ക് അർഹിക്കുന്ന പരിഗണന കൊടുക്കലാണെന്നാണ് പരിശുദ്ധ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. റുബ്ബമാ കാന യദ്ബഹു ഷാത്ത്, അല്ലാഹുവിന്റെ റസൂൽ ആടിനെ അറുത്തിരുന്നാൽ ഫയുഖത്തിഉഹാ അഅ്ലാ, അതിന്റെ എല്ലുകൾ കഷ്ണം കഷ്ണമായി, മാംസങ്ങൾ കഷ്ണം കഷ്ണമാക്കി യബ്അസുഹാ ഇലാ സദാഇകി ഖദീജ, മരണപ്പെട്ടു പോയ ഖദീജ റളിയല്ലാഹു അൻഹയുടെ കൂട്ടുകാരികളുടെ വീടുകളിലേക്ക് എത്തിക്കുമായിരുന്നു. അത് ഭാര്യയോടുള്ള അടങ്ങാത്ത സ്നേഹമാണ്, അത് ഭാര്യയോടുള്ള അങ്ങേയറ്റത്തെ പരിഗണനയാണ് എന്നാണ് പരിശുദ്ധമായ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. നിങ്ങൾ നോക്കൂ, ഭാര്യമാരോട് മരണത്തിന് ശേഷവും അള്ളാഹുവിന്റെ റസൂൽ കാണിച്ച സ്നേഹം മാത്രമല്ല, അള്ളാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യുഖബ്ബിലു ബഅദ നിസാഇഹി സുമ്മ യഖ്റുജ് വയുസല്ലി വലം യതവല്ലഹ്. അള്ളാന്റെ റസൂല് ഒളു എടുത്തിട്ട് പള്ളിയിൽ പോകുമ്പോൾ മുന്നിൽ ഏത് ഭാര്യനാണോ കണ്ടത് ആ ഭാര്യയുടെ നെറ്റിയിൽ ഒരു മുത്തം കൊടുക്കും. എന്തൊരു സ്നേഹമാണ്! കാണുന്നിടത്ത് വെച്ച് സ്നേഹം പ്രകടിപ്പിക്കുന്നു. ഭർത്താക്കന്മാർ പലപ്പോഴും പറയാ, ഞങ്ങളൊക്കെ ഭാര്യമാരോട് ഞങ്ങൾക്ക് സ്നേഹമുണ്ട്, അതൊക്കെ ഞങ്ങൾ ഉള്ളിൻ്റെ ഉള്ളിലാണ്. ഉള്ളിൻ്റെ ഉള്ളിൽ വെക്കാനുള്ളതല്ല സ്നേഹം. ഭാര്യമാരോടുള്ള സ്നേഹം അത് പ്രകടിപ്പിക്കണമെന്ന് പഠിപ്പിച്ചു തന്നു നമ്മുടെ എല്ലാത്തിലും നമുക്ക് മാതൃകയായ നമ്മുടെ കരളിന്റെ കഷ്ണമായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് പറഞ്ഞപ്പോ ആളുകൾ ചോദിക്കുന്നുണ്ട്, ചില ഭാര്യമാരെ നബി തങ്ങൾ ചുംബിച്ചു എന്ന് പറയുന്നുണ്ട്, ആ ഭാര്യ നിങ്ങളല്ലേ ആയിഷ എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് സഹാബ വനിതകൾ ചോദിക്കുന്ന ഒരു സന്ദർഭമുണ്ടായി. ഫളഹിക്കത്ത്, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ തന്റെ മോണ കാട്ടി അവരോട് ചിരിച്ചു എന്നാൻ. ഉടനെ തന്നെ നിങ്ങൾ നോക്കൂ, എന്തൊരു സന്തോഷമാണ് ആ ജീവിതത്തിൽ. ഉമ്മു സലമ റളിയല്ലാഹു അൻഹയോട് അവരുടെ മൗലയായ നായിബ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അയഹ്സിലു റജുലു മഅ ഇംറഅതി, ഒരു വ്യക്തിക്ക് തന്റെ ഭാര്യയോടൊപ്പം കുളിക്കാൻ പറ്റുമോ? അതിൽ ഇസ്ലാമിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് ചോദിച്ചു. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുൻതു അന വ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ നോക്കണം, ഉമ്മു സലമ റളിയല്ലാഹു അൻഹയോടാണ് ചോദിക്കുന്നത്, ഒരു ഭാര്യക്ക് അവളുടെ ഭർത്താവിനൊപ്പം കുളിക്കാൻ പറ്റുമോ? ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയാണ്, ഞാനും എന്റെ പ്രവാചകനും ഒന്നിച്ചു കുളിക്കാറുണ്ട്. ഒരു പാത്രത്തിൽ നിന്ന് വെള്ളമെടുത്ത് ഞങ്ങൾ കുളിക്കാറുണ്ട് എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ മകനുണ്ട് ഉമർ ബിൻ അബീ സലമ, വളർത്തുമകൻ. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പ്രവാചകന്റെ വീട്ടിലായിരിക്കുന്ന സന്ദർഭത്തിൽ പ്രവാചകനെ സാക്ഷി നിർത്തിക്കൊണ്ട് ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ മകൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. പ്രവാചകനെ സാക്ഷി നിർത്തിക്കൊണ്ട് ഉമ്മയോട് ചോദിക്കാൻ. എന്താ ചോദിക്കുന്നത്? നോമ്പുകാരനായിരിക്കെ ഭാര്യയെ ചുംബിക്കാൻ പറ്റുമോ എന്ന് പ്രവാചകനോട് ചോദിക്കുന്നുണ്ട്. ഉമ്മ അടുത്തുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്അൽ ആദിഹി, ഈ ചോദ്യം എന്നോടല്ല ചോദിക്കേണ്ടത്, നിന്റെ ഉമ്മനോട് ചോദിച്ചു നോക്ക്.
അങ്ങനെ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇങ്ങനെ നോക്കൂ, അള്ളാഹുവിന്റെ റസൂൽ തന്റെ പ്രിയപ്പെട്ട പത്നിക്ക്, ഭാര്യക്ക് അവിടെ നൽകിയ പരിഗണന അത് ഇസ്ലാം എടുത്തു പറയുന്നുണ്ട്, സ്വഹാബിമാർ എടുത്തു പറയുന്നുണ്ട്. ഈ ഹദീസിനെ വിശദീകരിക്കുന്നിടത്തിൽ മുഫസ്സിരിങ്ങൾ, ശാരിഹിങ്ങൾ എടുത്തു പറയുന്നുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ അവർക്ക് നൽകിയ ഏറ്റവും വലിയ പരിഗണനയാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ, ശുറൈഹ് ബിൻ ഹാനി, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വളർത്തി വലുതാക്കിയ ഒരു പണ്ഡിതനാണ്. അവർ ആയിഷ ബീവിയോട് നിരന്തരം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താ ചോദ്യം എന്നറിയോ? ഋതുമതിയായ ഹൈലുകാരിയായ ഒരു പെണ്ണിന്റെ കൂടെ ഭക്ഷണം കഴിക്കാൻ പറ്റുമോ? ഹൈലുകാരിയായ ഒരു പെണ്ണിന്റെ കൂടെ ഭക്ഷണം കഴിക്കാൻ പറ്റൂ? അങ്ങനെ പറ്റൂല എന്ന് ചിന്തിച്ചിരുന്ന ഒരു കാലം ഇവിടെ കടന്നുപോയിട്ടുണ്ട്. അങ്ങനെ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. അള്ളാഹുവിന്റെ റസൂലിനെ പറ്റി ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നൊരു വാചകമുണ്ട്. ഞങ്ങളുടെ മുന്നിലേക്ക് മാംസമുള്ളൊരു എല്ല് കൊണ്ടുവന്ന് വെച്ചാൽ യഖ്സിമു അലയ്യ ഫീഹി, അതിൽ സത്യം ചെയ്തുകൊണ്ട് എന്റെ പ്രവാചകൻ എന്നോട് പറയും, ആയിഷ സത്യം, നീ കഴിച്ചില്ലെങ്കിൽ ഞാനിത് കഴിക്കില്ല. ആയിഷ, നീ കഴിച്ചില്ലെങ്കിൽ ഞാനിത് കഴിക്കില്ല. ഒരു വെള്ളം കൊണ്ടുവന്നാൽ, പാല് കൊണ്ടുവന്നാൽ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, എന്റെ പ്രവാചകൻ എന്നോട് പറയും, ഞാൻ ഹൈലുകാരിയായിരിക്കെ ആയിഷ നീ കഴിച്ചില്ലെങ്കിൽ ഞാൻ കഴിക്കില്ല. എത്ര മനോഹരമാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം. മാത്രമല്ല ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വളരെ സങ്കടത്തോടുകൂടി പറയുന്നുണ്ട്, ഞാൻ എവിടെയാണോ എന്റെ വായ വെച്ച് കുടിച്ചത് അവിടെ വായ വെച്ച് കുടിക്കാൻ എന്റെ പ്രവാചകൻ അങ്ങേയറ്റം ശ്രദ്ധിച്ചിരുന്നു. എന്നോടുള്ള കരുതലാണത്, എന്നോടുള്ള സ്നേഹമാണത്, എന്നോടുള്ള ഉള്ളിലുള്ള പരിഗണനയാണത് എന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കണം, എത്ര മനോഹരമാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ പ്രവാചക തിരുമേനി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതമെന്ന് നമ്മൾ പഠിക്കണം. മാത്രമല്ല അവിടെ തണുപ്പ് കാലത്ത് ബാദിയിലേക്ക്, തായ്വരയിലേക്ക് ഞങ്ങളെ പ്രവാചകന് കൊണ്ടുപോകാറുണ്ടായിരുന്നു. നിങ്ങൾ നോക്കൂ, പ്രവാചക തിരുമേനി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്നത് കല്യാണം കഴിച്ചിട്ട് 4 ചുമരിന്റെ ഉള്ളിൽ ഒതുങ്ങിക്കൂടേണ്ടവളാണ് ഭാര്യ എന്ന് പറയുന്നവരല്ല. അവരെ സ്നേഹിക്കാനും പരിഗണിക്കാനും അവർക്ക് ആനന്ദിക്കാനും അവർക്ക് സന്തോഷിക്കാനും അവസരങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കണമെന്ന് ഭർത്താക്കന്മാരെ പഠിപ്പിച്ച ഏറ്റവും മാതൃകായോഗ്യനായ ഭർത്താവാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ബാദിയിലേക്ക് തണുപ്പുള്ള കാലത്ത് ഭാര്യമാരെ കൊണ്ടുപോകാറുണ്ടായിരുന്നു. അവർക്ക് സന്തോഷിക്കാൻ, ആനന്ദിക്കാൻ അവസരങ്ങൾ സൃഷ്ടിച്ചു കൊടുത്തു. മാത്രമല്ല ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഞങ്ങളിങ്ങനെ പോകുമ്പോൾ ചില സമയത്തൊക്കെ എനിക്ക് ഒട്ടകത്തെ തരും. മെരുക്കമില്ലാത്ത ഒട്ടകത്തെ എനിക്ക് തന്നപ്പോൾ എനിക്കതിനെ കൊണ്ടുനടക്കാൻ പറ്റുന്നില്ല, ഞാനെടുത്ത് അടിച്ചു, ഒട്ടകത്തെ അടിച്ചു. ആ സമയത്ത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് പ്രവാചകൻ പറയുന്നുണ്ട്, യാ ആയിഷ, അല്ല ആയിഷ, അലൈക ബിർരിഫ്, അതിനോടൊരു കരുണ കാണിക്ക്, അതിനോടൊന്ന് കരുണ കാണിക്ക്. എന്തിനാണ് ഇങ്ങനെ അടിക്കുന്നത് ആയിഷ? കരുണ കാണിച്ചാൽ, റിഫ്ക് കാണിച്ചാൽ അത് ഏറ്റവും നന്മ മാത്രമേ നിങ്ങൾക്ക് കൊണ്ടുവരികയുള്ളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് പറയുന്നുണ്ട്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഒന്നുകൂടെ പറയുന്നുണ്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ, ഞാൻ ഹൈദുകാരിയായിരിക്കുമ്പോൾ എന്റെ മടിയിൽ പ്രവാചകൻ കിടക്കും, എന്നിട്ട് വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ ഇങ്ങനെ എനിക്ക് ഓതിത്തരും, അതിനൊന്നും ഒരു കുഴപ്പമില്ല, ഭക്ഷണം കഴിക്കുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല എന്ന് വളരെ വ്യക്തമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റും. സഹോദരങ്ങളെ, ഈ ചരിത്രങ്ങളൊക്കെ പറയുന്നത് നമ്മളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കണം. നമ്മുടെ ഭാര്യമാരോട് സംസാരിക്കാൻ നമുക്ക് സമയമുണ്ടോ? ലോകത്ത് ഏറ്റവും കൂടുതൽ മെന്റൽ സ്ട്രെസ് അനുഭവിക്കുന്നത് നമ്മുടെ സഹോദരിമാരാണ്, ഭാര്യമാരാണ്. അവരെ പരിഗണിക്കാൻ, അവരെ സ്നേഹിക്കാൻ, അവർക്ക് പറയാനുള്ളതൊന്ന് കേട്ടുകൊടുക്കാൻ, ഒരു നല്ല കേൾവിക്കാരനാകാൻ, അവരുടെ അടുക്കലൊന്ന് ചേർന്നിരിക്കാൻ നമ്മൾ സമയം കണ്ടെത്താറുണ്ടോ എന്നത് ഈ ചരിത്രം മുൻനിർത്തിക്കൊണ്ട് നമ്മൾ ഓരോരുത്തരും പരിശോധിക്കേണ്ടതുണ്ട്. ഒരു നല്ല ഭർത്താവുക, അവിടെയാണ് പാരത്രിക ലോകത്തും മറക്കാത്ത, ജീവിതത്തിന്റെ ഏത് സന്ദർഭത്തിലും നമ്മൾ മരിച്ചാലും നമ്മൾ ഓർക്കുന്ന ഒരു നല്ല ഭാര്യ ഉണ്ടാകുന്നത്, ഒരു നല്ല ഭർത്താവ് ഉണ്ടാകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുഅ്മിനീൻ.